എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് മലയും കീഴും മലയത്ത് നമുക്ക് ഒരു നില വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ഈ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ സെൻറ്റ് വന്നിട്ട് 3,900. നമ്മളെ 3,900 സെൻറ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് നമുക്ക് 960 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 വലിയ ബെഡ്റൂം വരുന്നുണ്ട്, 3 അറ്റാച്ച്ഡാണ്. അതുപോലെ നമുക്ക് 2 കാർ ഇടാൻ പറ്റിയ സ്പേസ് വരുന്നുണ്ട്. നമുക്ക് കുടിവെള്ളത്തിനുള്ള കിണറും വരുന്നുണ്ട്. നമ്മുടെ ലൈൻ കണക്ഷൻ്റെ കണക്ഷനും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 37 ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വീട് നിൽക്കുന്നത് നമ്മുടെ കരഭൂമിയിലാണ് നമുക്ക് വീട് നിൽക്കുന്നത്. അപ്പോൾ ഈ വില്ലേക്കത്തുള്ള ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. എല്ലാത്തിനും നമുക്ക് ആൾ താമസവും കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ ടെയിൽ വരുന്ന നല്ല ഗ്രിപ്പും കാര്യങ്ങളും ടെയിലും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ നമുക്ക് 2 ഗേറ്റാണ് വരുന്നത്. ഒരു സ്ലൈഡിംഗ് ഗേറ്റും വരുന്നുണ്ട്, നമ്മുടെ ഒരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. നമ്മുടെ വീട് ചെയ്തിരിക്കുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കണ്ടംപററി ഡിസൈനിലാണ് വീടും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ടിൽ വുഡൊക്കെ വന്നിട്ട് നമുക്ക് തേക്കാണ്. അതുപോലെ പോളിഷും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അകത്തോട്ടോ. അപ്പോൾ നമ്മുടെ സിറ്റൗട്ടൊക്കെ വന്നിട്ട് നമുക്ക് വലിയൊരു സിറ്റൗട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയ ഫോർ സീലിംഗ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ പെയിൻറ്റിങ് വർക്ക് കുറച്ച് പെൻഡിങ് കിടക്കും. നമ്മുടെ ഹൗസ് സൈഡ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എല്ലാം ചെയ്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ഡോറൊക്കെ വന്നിട്ട് നമ്മൾ നല്ല ഡിസൈനും കാര്യങ്ങളും ഡോറും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഡോറൊക്കെ വന്നിട്ട് നമുക്ക് തേക്കാണ്, നമ്മുടെ മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഉപയോഗിക്കുന്ന 4:2 ടെയിലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ അപ്പോസ് വർക്കും കാര്യങ്ങളും ചെയ്യാണ്ട് അതെല്ലാം നമ്മൾ ചെയ്താണ് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഹാൾ വന്നത്. നമുക്ക് വലിയൊരു ഹാളാണ് വരുന്നത്. നമുക്ക് ഡൈനിങ് സെക്ഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് TV യൂണിറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട് നമുക്ക് വലിയൊരു TV ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. നമുക്ക് ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ വരെ പോകാൻ വേണ്ടി 12 കിലോമീറ്ററും, നമുക്ക് എയർപോർട്ട് പോകാൻ 14 കിലോമീറ്ററും, പാപ്പനംകോട് പോകാൻ 7 കിലോമീറ്ററും, പ്രാവച്ചമ്പലത്ത് പോകാൻ വേണ്ടി 5 കിലോമീറ്ററാണ് വരുന്നത്. നമ്മുടെ TV യൂണിറ്റിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് ഡൈനിങ് സെക്ഷൻ വരുന്നത്. വലിയൊരു ഡൈനിങ് സെക്ഷനാണ്. അതിന് നമ്മൾ പാർട്ടീഷൻ തിരിച്ച് നമുക്ക് കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫ്ലവറും അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് വാഷ് ബേസും കാര്യങ്ങളും വരുന്നുണ്ട്. വാഷ് ബേസിൽ ഫിറ്റിംഗ്സ് വെച്ചിരിക്കുന്നത് നമുക്ക് സെറയാണ്. നമുക്ക് വാഷ് ബേസിൻ്റെ അടിയിൽ നമുക്ക് ചെറിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ ഹാളിൽ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് നമുക്ക് വരുന്നത് 10x11 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. നമ്മുടെ ഹൗസ് സൈഡും അതുപോലെ തന്നെ നമ്മുടെ അക സൈഡും നമ്മൾ പുട്ടിയും കാര്യങ്ങളും 2 കോട്ട് പുട്ടിയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് വൈറ്റ് പെയിൻ്റാണ് നമ്മളുടെ ഫുള്ളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 3 ബെഡ്റൂമിൽ AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ നമ്മൾ ഹീറ്റർ പോയിന്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വലിയ രീതിയിൽ കബോർഡ് വർക്ക്, നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ബോർഡിലാണ് നമ്മുടെ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നത്. നമുക്ക് അത്യാവശ്യം വലിയ വാഷ്റൂമാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഫിറ്റിംഗ്സിനെ ഉപയോഗിക്കുന്ന നമുക്ക് സെറയും കാര്യങ്ങളാണ്. അതുപോലെ നമുക്ക് നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മുടെ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ വാഷ്റൂമിൽ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള തേലും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ് ഹാളിൽ നിന്ന്. ഈ ബെഡ്റൂമും വന്നിട്ട് നമുക്ക് 10x11 നമ്മളെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെയും വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. നമുക്ക് ഫിറ്റിംഗ്സിന് ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മുടെ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലിംഗ് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മുടെ ഹാളിൽ നിന്ന് വന്ന 3ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഇത് നമുക്ക് 12x10 ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിച്ചതെല്ലാം നമുക്ക് എന്താ ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. അതുപോലെ നമ്മൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള തേയിലും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് അപ്പാസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമ്മുടെ കിച്ചണാണ്. നമുക്ക് വലിയൊരു കിച്ചണാണ് ഈ വീട്ടിൽ വരുന്നത്. നല്ല ഗ്രിപ്പുള്ള തേലും കാര്യങ്ങളാണ് നമ്മുടെ കിച്ചണിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ കബോർഡ് വർക്കും നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് നല്ല സ്പേസ് ആണ് കേട്ടോ. നമുക്ക് ഈ കിച്ചണിൽ നല്ല സ്പേസ് ആണ്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ സ്റ്റോർ റൂമും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് സൈഡിൽ നമുക്ക് വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗസ് സൈഡ് വന്നിട്ട്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയർക്കുള്ള സ്പേസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് 3 ചുറ്റും നമുക്ക് നല്ല സ്പേസ് ആണ് കേട്ടോ. വീട്ടിൻ്റെ 3 ചുറ്റും നമുക്ക് നല്ല സ്പേസ് ആണ്. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റും കാര്യങ്ങളും നമുക്ക് ബാക്കിലാണ് വരുന്നത്. നമുക്ക് നനകല്ലും കാര്യങ്ങളും നമുക്ക് ബാക്കിലാണ് വരുന്നത്. നമ്മുടെ കിണറൊക്കെ വന്നിട്ട് നമുക്ക് ഫ്രണ്ടിലാണ്. നമുക്ക് ഈ വീട് ചെയ്യുന്ന വാസ്തു പ്രകാരമാണ് വീട് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 3,900 നമ്മുടെ സെൻറ്റ് വന്നിട്ട്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 960 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് വലിയ ബെഡ്റൂം. നമുക്ക് 10x11 അതുപോലെ 12x11 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. അതുപോലെ നമ്മൾ 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് വലിയൊരു കിച്ചൺ വരുന്നുണ്ട്. നമുക്ക് ചെറിയൊരു സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വലിയൊരു ഡൈനിങ് സെക്ഷനും അതുപോലെ നമുക്ക് വലിയൊരു ഹാളും വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 37 ലക്ഷം രൂപയിൽ നമുക്ക് നെഗോഷ്യബിൾ ആണ്. അതുപോലെ നമുക്ക് ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം മലയാണ്. നമുക്ക് ഇവിടുന്ന് പാപ്പനംകോട് പോകാൻ വേണ്ടി നമുക്ക് 7 കിലോമീറ്റർ,
നമുക്ക് ഇവിടുന്ന് പ്രാപച്ചമ്പലം പോകാൻ 5 കിലോമീറ്റർ, നമുക്ക് ഇവിടുന്ന് തമ്പാനൂർ പോകാൻ 12 കിലോമീറ്റർ, നമുക്ക് എയർപോർട്ട് പോകാൻ 14 കിലോമീറ്ററാണ് വരുന്നത്. അപ്പോൾ ഈ വീട് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നമുക്കൊരു 100 മീറ്റർ മാറിയാണ് നമുക്ക് വലിയൊരു വില്ലയ്ക്ക് നമുക്ക് ഈ വീട് നിൽക്കുന്നത്. ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ വീടിനെ പറ്റിയ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വില്ലയ്ക്ക് തന്നെ നമുക്കിപ്പോൾ ഒരു 37 ലക്ഷത്തും അതുപോലെ തന്നെ 39 ലക്ഷത്തിൻ്റെ വീടുണ്ട്. അതുപോലെ നമുക്ക് 2 നില വീട് നമുക്ക് 42 ലക്ഷം മുതലാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഈ വീട് കാണാൻ വരുന്നവർക്ക് നമുക്ക് ആ വീടും കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഏത് വീടാണ് നമുക്ക് സജഷൻ ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വില്ല പ്രോജക്റ്റായിട്ട് കാണാം. അതൊരിക്കലും ബൈ.